1940കളുടെ അവസാന സമയങ്ങളിൽ ഒരു വലിയ സൗഖ്യത്തിന്റെ ഉണർവ് ദേശങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അനേക ദേവദാസന്മാരെയും ദേവദാസിമാരെയും അതിശക്തമായി കർത്താവ് ഈ സൗഖ്യത്തിന്റെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. വില്യം ബ്രാൻഹാം, ടി.എൽ. ഓസ്ബോൺ, ഓറൽ റോബർട്ട്സ്, കെനത്ത് ഹാഗൻ, കാത്രിൻ കുൾമൻ എന്നിങ്ങനെയുള്ള അനേക ദേവദാസന്മാരെ കർത്താവ് അതിശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ അസാധാരണമായ നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ സൗഖ്യത്തിന്റെ ഉണർവിന് വേണ്ടി ഉപയോഗിച്ച ഒരു കർത്തദാസനാണ് A.A. Allen. In the late 1940s, God began to move powerfully and there was a healing revival that manifested. And God used many men and women for this healing revival. Men like William Branham and Oral Roberts and Jack Coe, Kathryn Kuhlman, and many of them. And A.A. Allen was one such man whom God used for this healing revival in extraordinary measures. അലൻ വളരെ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിലാണ് വളർന്നത്. അലന്റെ മാതാപിതാക്കൾ വാറ്റ് ചാരായത്തിന്റെ ബിസിനസ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അവരുടെ നിത്യവൃത്തി കഴിച്ചുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മദ്യപാനത്തിനും പുകവലിയും അങ്ങനെയുള്ള ദുശീലങ്ങളിലും ആസക്തികളിലും ഒക്കെ അകപ്പെട്ട് ഒരു ഗാങ്സ്റ്ററായി അങ്ങനെയാണ് തന്റെ യൗവനപ്രായമൊക്കെ കഴിഞ്ഞു പോയത്. 21-ാമത്തെ വയസ്സിൽ താൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. കുറച്ചു മാസങ്ങളുടെ ഉള്ളിൽ തന്നെ താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് താൻ അന്യഭാഷകളിൽ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാനും തുടങ്ങി. 23-ാമത്തെ വയസ്സിലാണ് തന്നോട് ദൈവം ഇടപെടുകയും ദൈവവേലയ്ക്ക് വേണ്ടി താൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സുവിശേഷകനായി, ഒരു പാസ്റ്ററായി അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നതിന്റെ മധ്യത്തിലാണ് തന്റെ ഉള്ളിൽ ഒരു വലിയ ബോധ്യം, ദൈവശക്തിക്ക് വേണ്ടി വലിയ ഒരു ആഗ്രഹം, ഒരു വലിയ വാഞ്ച, ഒരു ദാഹം, ഒരു വിശപ്പ് തന്റെ ഉള്ളിൽ വരുവാൻ ഇടയായി തീർന്നത്. താൻ രോഗികളെ കാണുമ്പോൾ, പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങളെ കാണുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഒരു വലിയ ആഗ്രഹം, ദൈവമേ നിന്റെ ശക്തി എന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടണം എന്നങ്ങനെ ഒരു വലിയ ആഗ്രഹം തന്റെ ഉള്ളിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ 1939 ആ സമയങ്ങളിലൊക്കെ ഒത്തിരി സമയങ്ങൾ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും ആലൻ സമയങ്ങൾ ചെലവഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉപവാസത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ ദൈവിക സന്ദർശനം ഉണ്ടാകുകയാണ്. A divine encounter happens even as Alan was seeking God in times of praying and fasting. ഒരു വലിയ വെളിച്ചം തന്റെ മുറിയിൽ പ്രകാശിക്കുകയാണ്. കർത്താവായ യേശു തന്റെ മുറിയിലേക്ക് കടന്നു വന്ന് അലനോട് നേരിട്ട് സംസാരിക്കുന്ന അങ്ങനെ വലിയ ഒരു ഡിവൈൻ എൻകൗണ്ടർ നടക്കുകയാണ്. കർത്താവായ യേശു അലനോട് പറയുന്നു, അലൻ നീ ആഗ്രഹിക്കുന്ന, നീ ദാഹിക്കുന്ന ഈ ദൈവശക്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, രോഗസൗഖ്യത്തിന് വേണ്ടി, ഭൂതങ്ങളുടെ മേൽ അങ്ങനെയുള്ള ആ ഒരു അധികാരം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദൈവശക്തിക്ക് വേണ്ടി ഒരു വില ഉണ്ട് എന്ന് കർത്താവ് തന്നോട് ഇടപെടുവാനും ഏകദേശം 13 കാര്യങ്ങൾ തന്നോട് കർത്താവ് പറയുവാൻ ഇടയായിട്ടുണ്ട്. അലൻ നീ നിന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ഞാൻ നിന്നോട് പറയുന്ന ഈ 13 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ അത് ഏറ്റെടുത്താൽ നിനക്കും ദൈവശക്തിക്കും തമ്മിലുള്ള ആ ഗ്യാപ്പ് മാറും. നിന്നെ അസാധാരണമായ നിലവാരത്തിൽ ഞാൻ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. Alan had a powerful encounter, a divine encounter. Jesus walks into his room. That room was filled with the glory of God, and Jesus spoke to Alan saying, between you and the power of God, for the miraculous, for the healing, for the deliverance, there are 13 things that stands between you and the power of God. And if you will pay the price for the miraculous and order your life and surrender yourselves to what I have spoken to you, then you will be anointed with extraordinary power and anointing so that you will be used of me. Alan ഈ കാര്യങ്ങളെല്ലാം കേട്ടു ഒരു പേപ്പറിൽ പെട്ടെന്ന് താൻ അതെല്ലാം എഴുതിയെടുത്തു. അങ്ങനെ തന്റെ ജീവിതത്തെ സമർപ്പിച്ച് തന്റെ ശുശ്രൂഷയിൽ താൻ മുമ്പോട്ട് പോകുകയാണ്. കർത്താവ് ഒരു അടുത്ത നിലവാരത്തിലുള്ള ശുശ്രൂഷയിലേക്ക് തന്റെ ശുശ്രൂഷകൾ മാറുകയാണ്. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ ഒന്നൊന്നായി തന്നോട് കർത്താവ് ഇടപെട്ട ആ ലിസ്റ്റിൽ നിന്ന് താൻ ഒന്നൊന്നായി അത് അനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിച്ച് സമർപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന്റെ മധ്യത്തിലാണ് 1940കളുടെ അവസാനത്തിൽ ഒരു സൗഖ്യത്തിന്റെ ഉണർവ് ദേശങ്ങളിൽ വെളിപ്പെടുന്ന ഒരു വാർത്ത അലൻ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ആദ്യം ആ കാര്യത്തെയൊക്കെ ഒത്തിരി സംശയിച്ചു, അത് ശരിയാണോ എന്നൊക്കെ തന്റെ മനസ്സിൽ വലിയൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അറ്റൻഷൻ ഒന്നും കൊടുത്തില്ല. 1950കളിൽ ഓറൽ റോബർട്ട്സിനെ ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്നു കേട്ട് ഡാലസിലേക്ക് അലൻ പോകുകയാണ്. ഓറൽ റോബർട്ട്സ് നടത്തുന്ന അവിടുത്തെ ഹീലിംഗ് റിവൈവൽ ടെന്റ് മീറ്റിംഗിൽ അവിടെ കടന്നു എന്ന് അവിടെ വെളിപ്പെട്ട അമാനുഷികമായ ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ പ്രദർശനം അലൻ കാണുവാൻ ഇടയായിത്തീർന്നു. ദൈവ മഹത്വവും ദൈവ സാന്നിധ്യവും അത്ഭുതങ്ങളുടെ ശുശ്രൂഷകളും സൗഖ്യത്തിന്റെ വലിയ തലങ്ങൾ ഓറലിന്റെ മീറ്റിംഗിൽ കണ്ടപ്പോൾ തന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. അലൻ 11 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് 13 കാര്യങ്ങൾ നിന്നെ വെളിപ്പെടുത്തിയില്ലേ, നീ ആ വില കൊടുക്കുവാൻ തയ്യാറായാൽ നിന്നെയും ഓറൽ റോബർട്ട്സിനെ ഉപയോഗിക്കുന്ന പോലെ നിന്നെയും ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയില്ലേ, നീ അത് ഏൽപ്പിച്ചു കൊടുക്കുമോ എന്നുള്ള രീതിയിൽ പരിശുദ്ധാത്മാവ് അലനോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. തന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ആഴമായ ഒരു ബോധ്യമുണ്ടാകിയ താൻ കർത്താവിനോട് തന്റെ ജീവിതത്തെ സമർപ്പിച്ച്, അതേ കർത്താവേ, ഓറൽ റോബർട്ട്സിനെ കർത്താവെ അങ്ങ് ഉപയോഗിക്കുന്ന പോലെ എന്നെയും ഉപയോഗിക്കുവാൻ, എനിക്കും ഈ അത്ഭുത ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാൻ കഴിയും എന്ന് താൻ സമ്മതിക്കുകയാണ്. താൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് താൻ തന്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങി പോകുന്നു. തന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ ലിസ്റ്റിൽ വീണ്ടും ബാക്കി നിൽക്കുന്ന ആ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ, സമർപ്പിക്കുവാൻ, ആ
10-11 കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ക്രമീകരിച്ചു. വീണ്ടും 2 കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാത്ത ആ 2 കാര്യങ്ങളും കൂടെ പൂർണ്ണമായി ക്രമീകരിച്ച് തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ആ അലന്റെ തീരുമാനത്തെ കർത്താവ് മാനിക്കുവാൻ ഇടയായി തീർന്നു. 1950കളിൽ മെയ് മാസത്തിൽ ഒക്ലഹോമയിൽ താൻ ഒരു ശുശ്രൂഷ നടത്തുകയാണ്. അവിടെ ഒരു ക്രൂസൈഡ് മീറ്റിംഗ് നടത്തുകയാണ്. അവിടെ ദൈവം തന്നെ മാനിക്കുകയാണ്. ദൈവത്തിന്റെ അമാനുഷികമായിട്ടുള്ള ഒരു വലിയ കരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മഹത്വം ആ മീറ്റിംഗുകളിൽ ആകമാനം വെളിപ്പെട്ട് അത്ഭുതകരമായ ദൈവത്തിന്റെ സൗഖ്യങ്ങൾ, ജനം സീറ്റുകളിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സന്ദർശനം, ദൈവത്തിന്റെ സ്പർശനം നടക്കുകയാണ്. ഒരു വലിയ സൗഖ്യത്തിന്റെ ആ ഒരു തലം വെളിപ്പെടുകയാണ്. Waves of divine glory swept in that meetings in Oklahoma 1950 and God began to marvelously touch the people of God who had come. വലിയ മനസ്സാന്തരങ്ങൾ ഉണ്ടാകുകയാണ്. അസാധാരണമായ ദൈവ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ആ മീറ്റിംഗിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. 1951 തന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് താൻ ഒരു റിവൈവൽ ടെന്റ് ഒക്കെ മേടിച്ച് തന്റെ ഹീലിംഗ് ആൻഡ് മിറക്കിൾ റിവൈവൽ ടെന്റ് മിനിസ്ട്രിയുടെ ഒരു ആരംഭമാണ്. കർത്താവ് അലനെ അസാധാരണമായ നിലവാരങ്ങളിൽ ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. ക്യാൻസറുകൾ, ടെർമിനൽ ക്യാൻസറുകൾ, ടെർമിനൽ ഡിസീസസ് ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാതെ, ഡോക്ടേഴ്സ് കൈവിട്ടത്, മരുന്നില്ലാതെ മരിക്കുവാൻ വിധിക്കപ്പെട്ട അങ്ങനെയുള്ള രോഗികൾ അലന്റെ മീറ്റിംഗിൽ വരുവാൻ തുടങ്ങി. ദൈവത്തിന്റെ അസാധാരണമായ സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. കൂട്ട സൗഖ്യങ്ങളും കൂട്ട വിടുതലുകളും അലന്റെ മീറ്റിംഗ്സിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഊമർ സംസാരിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു എന്ന് വേണ്ട സൗഖ്യത്തിന്റെ ഒരു വലിയ തലം. An extraordinary measure of the miracle working healing power of God was manifested in the Allen Revival Healing Tent meetings. അതൊരു വലിയ വാർത്തയായി തീരും. ഒരു വലിയ ഉണർവിന്റെ കാറ്റ് അമേരിക്കയിൽ വീശുവാൻ ഇടയായിത്തീർന്നു. അനേക സ്ഥലങ്ങളിൽ ഇതുപോലുള്ള റിവൈവൽ മീറ്റിംഗ്സും ക്യാമ്പയിനും ലക്ഷക്കണക്കിന് ആൾക്കാർ കർത്താവിലേക്ക് മനസ്സാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുന്ന ആ ഒരു പ്രതീതി. വലിയ നിലവാരത്തിലുള്ള സൗഖ്യങ്ങൾ, ക്രിയാത്മകമായി ക്രിയേറ്റീവ് ആയിട്ടുള്ള മിറക്കിൾസ് ആ മീറ്റിംഗിൽ നടക്കുവാൻ ഇടയായിത്തീർന്നു. ചെറിയ ചെറിയ അസുഖങ്ങൾ സൗഖ്യമാകുക എന്ന് മാത്രമല്ല, വലിയ നിലവാരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി ഓർഡറിലുള്ള അങ്ങനെയുള്ള സൗഖ്യങ്ങൾ ആ മീറ്റിംഗിൽ വെളിപ്പെടുവാൻ ഇടയായിട്ട് ട്യൂമറുകൾ ഡിസോൾവ് ചെയ്യുന്നു. സൂപ്പർ നാച്ചുറൽ വെയിറ്റ് ലോസ്, അമിതവണ്ണം, ഒബേസിറ്റി കൊണ്ട് ഭാരപ്പെടുന്ന രോഗത്തിലായിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് 50, 60, 70 കിലോയൊക്കെ ഒറ്റ അടിക്ക് പെട്ടെന്ന് ആ യോഗത്തിൽ പെട്ടെന്ന് അങ്ങ് മാറുക. സൂപ്പർ നാച്ചുറൽ വെയിറ്റ് ലോസിന്റെ ആ തലം ആ മീറ്റിംഗിൽ വെളിപ്പെടുകയാണ്. അവയവമില്ലാത്തവരുടെ അവയവങ്ങൾ അത് ക്രിയാത്മകമായി ക്രിയേറ്റീവ് മിറക്കിൾസ് വെളിപ്പെടുകയാണ്. കൈയില്ലാത്തവരുടെ കൈ വളർന്നു വരുന്നു. എന്തെങ്കിലും അപകടത്തിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ അവയവങ്ങൾ തിരിച്ചു വരുന്നു. ക്രിയേറ്റീവ് മിറക്കിൾസിന് ഒരു വലിയ തലങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. റിബുകൾ തിരിച്ചു വരുന്നു, ബോണുകൾ തിരിച്ചു വരുന്നു. Praise God, it was miracles. It was creative miracle of extraordinary dimension. അസാധാരണമായ നിലവാരത്തിൽ ദൈവം അലനെ അഭിഷേകം ചെയ്തു. തന്റെ സൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ കർത്താവ് അലനെ മുൻപന്തിയിൽ മറ്റ് ദേവദാസന്മാരോട് കൂടെ കൊണ്ടുവന്ന് നിർത്തുവാൻ ഇടയായിത്തീർന്നു. സൗഖ്യത്തിന്റെ ഒരു വലിയ വെളിപ്പാട് ദൈവസഭയിലേക്ക് പരിശുദ്ധാത്മാവ് അലനിൽ കൂടെ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. Praise God. ചില സമയം ആ മീറ്റിംഗുകളിൽ ദൈവ മഹത്വത്തിന്റെ അസാധാരണമായ തലങ്ങൾ വെളിപ്പെടും. പെട്ടെന്ന് മിറക്കിൾ ഓയിൽ എണ്ണ അലന്റെ കയ്യിൽ കൂടെയും അവിടെ ഉള്ള ആ ജനത്തിൽ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും അവരുടെ മുഖത്തും ദേഹത്തും ഒക്കെ ഈ മിറക്കിൾ ഓയിലിന്റെ അങ്ങനെയുള്ള മഹത്വത്തിന്റെ ഒരു ഗ്ലോറി മാനിഫെസ്റ്റേഷൻ തലം വെളിപ്പെടും. അങ്ങനെ അസാധാരണമായ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസ് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ഒരു വലിയ തലം, കൂട്ട വിടുതലുകൾ, കൂട്ട സൗഖ്യങ്ങൾ, മാസ് മിറക്കിൾസ്, ഹീലിംഗ്സ് ആൻഡ് മാസ് കൺവിക്ഷൻ ഓഫ് സിൻ. പല സമയങ്ങളിലും ഈ മീറ്റിംഗുകളുടെ ഇടയിൽ ദൈവത്തിന്റെ മഹത്വം തീയായി വെളിപ്പെടും. ചെന്റിനുമേൽ കത്തി നിൽക്കുന്ന അമാനുഷികമായ പരിശുദ്ധാത്മാവിന്റെ തീ എല്ലാവർക്കും കാണുകയും ദൈവത്തിന്റെ ആ ഒരു കരം അവിടെ വെളിപ്പെട്ട് അത് അനേകർക്ക് ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പറയുന്ന അസാധാരണമായ ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ വെളിപ്പെടുത്തലുകൾ ആ മീറ്റിംഗിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. തന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ അത്ഭുത സൗഖ്യം എന്ന് പറയുന്ന ഹീലിംഗ് ഓഫ് ദ മങ്കി ബോയ്, അത് വലിയ ഒരു അത്ഭുത സൗഖ്യമാണ്. 26 വലിയ രോഗങ്ങളുള്ള മേജർ ഡിസീസസ്, മേജർ അബ്നോർമാലിറ്റീസ് ഉള്ള 6 വയസ്സുകാരനായ ഈ കുഞ്ഞ് അലന്റെ മീറ്റിംഗിൽ സൗഖ്യമാകുകയാണ്. ഒരു ദിവസം അലബാമ ബർമിംഗ്ഹാമിൽ താൻ ഒരു ക്രൂസൈഡിന്റെ മധ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ ഏകദേശം മീറ്റിംഗ് കഴിഞ്ഞ് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താൻ പരിശുദ്ധാത്മാവിൽ എടുക്കപ്പെടുകയാണ്. പ്രസംഗത്തിന്റെ മധ്യത്തിൽ ദൈവം എന്നെ ഒരു ദർശനം കാണിക്കുന്നു എന്ന് പറഞ്ഞ് താൻ അങ്ങ് ആരംഭിക്കുക. പെട്ടെന്ന് ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഒരു വെള്ള വൈറ്റ് ബിൽഡിംഗ് കാണിക്കുന്നു. ഒത്തിരി നവജാത ശിശുക്കൾ അവിടെ കരയുന്നു. പെട്ടെന്ന് അലന് മനസ്സിലാക്കി, അയ്യോ ഇതൊരു മെറ്റർണിറ്റി വാർഡാണല്ലോ എന്ന് താൻ പറയുക. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞിന് ചുറ്റും 10 ഡോക്ടേഴ്സ് നിന്ന് ഈ കുഞ്ഞിന്റെ രോഗവിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മാവിൽ ആ ദർശനത്തിൽ അലൻ കാണുക. ഓ, ഈ കുഞ്ഞിന് കണ്ണില്ല, ഈ കുഞ്ഞിന് ചെവി കേൾക്കത്തില്ല, ഈ കുഞ്ഞിന് ഈ പ്രശ്നമുണ്ട്, ഈ കുഞ്ഞിന്റെ കാൽപാദങ്ങളില്ല. അങ്ങനെ ഒന്നൊന്നായി ഡോക്ടേഴ്സ് വിവരിച്ച് ഈ കുഞ്ഞിനുള്ള ആ രോഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അവസാനം ഡോക്ടേഴ്സ് പറയുവാൻ ഇടയായിത്തീർന്നു 26 മേജർ അംഗവൈകല്യമുള്ള അബ്നോർമാലിറ്റീസ് ഉള്ള ഒരു കുഞ്ഞാണ് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഓ, ഈ കുഞ്ഞിന് ജീവിക്കുവാൻ സാധ്യതയല്ല
എന്ന് ഉള്ള ആ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. പിന്നെ ഈ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ആ രോഗവിവരമൊക്കെ പറയുന്ന ആ കാര്യം അലൻ ആത്മാവിൽ ദർശനം കാണുക. പിന്നെ അലൻ ആത്മാവിൽ കാണുന്നത് ഈ കുഞ്ഞ് 6 വയസ്സാകുന്നു. 6 വയസ്സുള്ള ഈ കുഞ്ഞിനെ ഒരു അമ്മ ആ സഹോദരിയുടെ കൂടെ അവരൊരു കാറിൽ കയറുന്നു. പെട്ടെന്ന് ആ കാറ് ക്രോസ് ചെയ്ത് വരുമ്പോൾ ടെന്നസി എന്ന് എഴുതി കാണിക്കും. താൻ പറയുന്നു, അയ്യോ, ഈ അമ്മയും കുഞ്ഞും ടെന്നസിയിൽ ജീവിക്കുന്നവരാണ്, അലബാമയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള വേറൊരു പട്ടണത്തിൽ താമസിക്കുന്നവരാണ്. ഒരു കാറിൽ കയറിയിരിക്കുന്നു. താൻ ആത്മാവിൽ കാണുന്നത് താൻ പറയുക, പ്രസംഗിച്ച് പറയുകയാണ്, അയ്യോ, ഞാൻ കാണുന്നു ഈ കാറ് ടെന്നസി ക്രോസ് ചെയ്യുന്നു, അലബാമയിലേക്ക് വരുന്നു, ടെന്നസി അലബാമ ഇന്റർസെക്ഷനിൽ എത്തിയിരിക്കുന്നു. ഈ കാറ് നമ്മുടെ റിവൈവൽ ടെന്റിന്റെ അടുത്തേക്ക് വരുന്നതായി ഞാൻ കാണുന്നു. ഓ, ഈ അമ്മ നമ്മുടെ മീറ്റിംഗിന്റെ മധ്യത്തിൽ ഏകദേശം 3000-ഓളം ആൾക്കാർ കൂടിയിരിക്കുന്ന മീറ്റിംഗിന്റെ, അയ്യോ, ഈ അമ്മയും ഈ കുഞ്ഞും നമ്മുടെ മീറ്റിംഗിന്റെ മധ്യത്തിൽ ഉണ്ട് എന്ന് അലൻ പറയുവാൻ ഇടയായിരുന്നു. ഇന്ന് ഒരു രോഗ സൗഖ്യത്തിന് വേണ്ടി, ദൈവിക സൗഖ്യത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മ നമ്മുടെ മീറ്റിംഗിന്റെ മധ്യത്തിൽ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ ദിവസമാണ്, അതുകൊണ്ട് ഇങ്ങ് മുമ്പോട്ട് വരുവാൻ ആഹ്വാനം കൊടുക്കുക. അമ്മ ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് സ്റ്റേജിന്റെ അടുക്കിലേക്ക് ഓടി വരിക. അലൻ ഈ കുഞ്ഞിനെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുരങ്ങനെ പോലെ ഇരിക്കുന്ന, ഒരു മങ്കിയെ പോലെ ഇരിക്കുന്ന, അംഗവൈകല്യമുള്ള 26 മേജർ ഡിസീസുകളുള്ള ഈ കുഞ്ഞിനെ തന്റെ കരങ്ങളിൽ എടുത്ത് താൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അമാനുഷികമായിട്ടുള്ള ശക്തി ഈ കുഞ്ഞിന് മേൽ വന്നു. കാണാത്ത ഈ കുഞ്ഞിന്റെ കണ്ണുകൾ കാണുവാൻ തുടങ്ങുന്നു, ചെവി കേൾക്കുവാൻ തുടങ്ങുന്നു, സംസാരിക്കാത്ത ഈ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നു, കാൽപാദമില്ലാത്ത ഈ കുഞ്ഞിന്റെ കാൽപാദങ്ങൾ ക്രിയാത്മകമായി വളർന്നു വരുന്നു. കണ്ടു നിൽക്കുന്ന സകലരും വിസ്മയിക്കുന്ന രീതിയിൽ അവിശ്വസനീയമായ 26 രോഗമുള്ള ഈ കുഞ്ഞിനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. 3000 ആൾക്കാരും അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ദൈവം ചെയ്യുന്ന ഈ അത്ഭുത പ്രവൃത്തിയെ കണ്ട് വിസ്മയിച്ചു. ദൈവം ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എന്ന് മനസ്സിലാക്കുന്ന നിലവാരങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കുഞ്ഞിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. This child who had 26 abnormalities was instantaneously healed by the power of God. This child began to see. This child could not see, and now God gave him new eyes. He began to hear. He began to speak. His limbs grew up. His feet grew up. And all these 26 abnormalities were healed instantaneously and miraculously by the power of God. ആദ്യമായി ഈ കുഞ്ഞിന്റെ നാവ് ചലിക്കുകയാ, താൻ വർത്താനം പറയുക, മമ്മി എന്ന് പറഞ്ഞ് തന്റെ അമ്മയുടെ അടുക്കലേക്ക് പോകുന്ന ആ ദൃശ്യം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ അമാനുഷിക സൗഖ്യം, ഈ മിറക്കിൾ ഹീലിംഗ് അവിടെ വെളിപ്പെടുമ്പോൾ പെട്ടെന്ന് വേറൊരു കാര്യം സംഭവിക്കുകയാണ്. അന്ന് അവിടെ സൗഖ്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന ആ ജനത്തിന്റെ മേൽ ഒരു വലിയ ദൈവ മഹത്വം ഇറങ്ങുകയാണ്. ആ വീൽ ചെയറുകളിൽ ഇരിക്കുന്ന ആ സെക്ഷനുകളിൽ നിന്ന് 13-14 ആൾക്കാർ പെട്ടെന്ന് ക്ഷണത്തിൽ തന്നെ ആരോ അവരുടെ മേൽ കരം വെച്ച്, ആരും കരം വെക്കുന്നില്ല, ദൈവത്തിന്റെ അമാനുഷികമായിട്ടുള്ള കരം അവരുടെ മേൽ സ്പർശിക്കപ്പെടുകയാണ്. 13-14 പേര് സിവിയർലി ഡിസീസസിലായിരിക്കുന്ന, രോഗത്തിൽ പിടിപെട്ടവർ, വീൽ ചെയറിൽ എണ്ണിക്കുന്നവർ, ആരോ അവരെ എണ്ണിപ്പിക്കുന്നത് പോലെ ഈ 13-14 പേർ വീൽ ചെയറുകളിൽ നിന്ന് എണ്ണിച്ചു വരികയാണ്. അവിടെ സ്ട്രെച്ചേഴ്സിൽ കിടക്കുന്ന, ഗുരുതരമായ രോഗം പിടിപെട്ട് മരിക്കുവാൻ കിടക്കുന്ന അങ്ങനെയുള്ള നിലവാരത്തിലുള്ള രോഗികളുടെ മേൽ ആരോ അവരെയും സൗഖ്യമാക്കുന്ന പോലെ അവിടെ സ്ട്രെച്ചറുകളിൽ നിന്ന് ജനം എഴുന്നേറ്റ് വരികയാണ്. 10-13 ആൾക്കാർ സ്ട്രെച്ചറിൽ അവിടെ നിരന്ന് കിടക്കുകയാണ്. സൗഖ്യം പ്രതീക്ഷിച്ച് അവരെല്ലാം പെട്ടെന്ന് ക്ഷണത്തിൽ, ആരും സ്പർശിക്കാതെ, ആരും തൊടാതെ, അവരും സൗഖ്യമായി അവിടെ സ്ട്രെച്ചറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പെട്ടെന്ന് കുരുടരായിരിക്കുന്ന, കണ്ണ് കാണാത്ത ആൾക്കാരുടെ കണ്ണ് തുറന്നു വരിക, ചെകിടിന്റെ ചെറി തുറക്കുക, ക്രച്ചസിലും കെയിൻസിലും വന്ന, ക്രിപ്പിൾഡായി, അർത്രൈറ്റിസിൽ ഭാരപ്പെട്ട അങ്ങനെയുള്ള ആൾക്കാരും സൗഖ്യമാകുക. അന്ന് ആ മാനുഷികമായ വലിയ നിലവാരത്തിൽ ദൈവ മഹത്വം, ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ തലം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അന്ന് വന്ന സകല രോഗികൾ, ചെറുതും വലുതായിട്ടുള്ള സകല രോഗങ്ങളും അന്നത്തെ മീറ്റിംഗിൽ കർത്താവ് സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അലന്റെ മീറ്റിംഗ്സിൽ പലപ്പോഴും ആത്മാവിൽ ജനത്തിന്റെ കണ്ണുകൾ തുറക്കും. അവർ കർത്താവായ യേശു അലന്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന അങ്ങനെയുള്ള ദർശനങ്ങൾ, ദൈവദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദർശനങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്നു. ദൈവം അസാധാരണമായി അഭിഷേകം ചെയ്ത് തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് അലൻ എന്ന് ദൈവം മുദ്രയിടുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. രോഗ സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും ഒരു തലം മാത്രമല്ല, പൈശാചിക നുഖങ്ങളുടെ മേൽ, പൈശാചിക ദുരാത്മ ശക്തികളുടെ മേൽ, മാനസിക രോഗത്തിൽ അടിമകളായി സ്കിസോഫ്രീനിയ ചികിത്സിച്ച് ഭേദമാകാത്ത മെന്റൽ ഡിസോർഡേഴ്സിന്റെ അങ്ങനെയുള്ള തലങ്ങളിൽ നിന്നൊക്കെ ജനം സൗഖ്യം പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച് വരുന്ന അൺയൂഷ്വൽ, എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിംഗ്, ഡെലിവറൻസിന് വേണ്ടി പകർന്ന ഒരു ദൈവത്തിന്റെ മനുഷ്യനാണ് അലൻ. ഹല്ലേലൂയ. കർത്താവ് ഈ ദേവദാസനെ അസാധാരണമായ നിലവാരത്തിൽ ഉപയോഗിക്കുവാനും ദൈവസഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹവും സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ഒരു വലിയ വെളിപ്പാട് ദൈവസഭയ്ക്ക് കൈമാറുവാൻ കർത്താവ് ഉപയോഗിച്ച കർത്താവിന്റെ ദാസനാണ്. ഹല്ലേലൂയ. ഈ സൗഖ്യത്തിന്റെ ഉണർവിൽ ഹാലനെയും കർത്താവ് മറ്റുള്ള ദേവദാസന്മാരോട് കൂടെ വളരെ ശക്തമായി കർത്താവ് ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നാം കാലത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ അന്ത്യകാലത്തിൽ വെളിപ്പെടുന്ന ഈ ദൈവത്തിന്റെ വലിയ ഉണർവിന്റെ ആ ഒരു സമയത്ത് നാം വന്നിരിക്കുകയാണ്. ഈ അന്ത്യകാല ഉണർവ് നാം അതിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. It's as if we have come to the threshold of this end time revival which is going to manifest. It's as if we are at the threshold. It's as if the revival is at our doorsteps and we need to surrender our lives and consecrate our lives for what God wants to
to do in these last days. ഈ അന്ത്യകാല ഉണർവിൽ വെളിപ്പെടുന്ന ഒരു വലിയ കാര്യമാണ് ദൈവിക സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും വിടുതലിന്റെയും ഒരു വലിയ തലം. This end time revival is going to be marked with signs and wonders and miracles of extraordinary dimensions. അതുകൊണ്ട് ഇന്ന് ഈ ആലന്റെ ജീവിതത്തിൽ കൂടെ കർത്താവ് 1940കളിൽ ആരംഭിച്ച ഏകദേശം 20 വർഷത്തോളം ഈ ഹീലിംഗ് റിവൈവലിന്റെ ഈ തീ ആളിക്കത്തുവാൻ ഇടയായി തീർന്നു. ദൈവസഭയിൽ ദൈവ സൗഖ്യത്തെക്കുറിച്ചും അത്ഭുത ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ ഒരു വലിയ വെളിപ്പാട് ദൈവസഭയ്ക്ക് നൽകുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നാം ഉണർവിന്റെ സൗഖ്യത്തിന്റെ ഉണർവിന്റെ ആ കിണറുകളെ നാം വീണ്ടും കുഴിക്കുകയാണ്. Even as we are hearing about this healing revival and this account of A. Allen, we are redigging the wells of healing revival. നാം സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും ഈ കിണറുകളെ 1940കളിലും 60 വരെ വെളിപ്പെട്ട ആ കിണറുകളെ, ആ ഉണർവിന്റെ സൗഖ്യത്തിന്റെ ഉണർവിന്റെ കിണറുകളെ നാം വീണ്ടും കുഴിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ഈ എൻഡ് ടൈം റിവൈവലിൽ അന്ന് ദൈവം വെളിപ്പെടുത്തിയ ആ ഒരു അഭിഷേകത്തിന്റെ വലിയ പകർച്ചയ്ക്ക് നമ്മൾ ഓഹരിക്കാൻ ആകേണ്ടതിന് നമുക്ക് ആ ഉണർവിനെ, അവിടെ വെളിപ്പെട്ട ആ ദൈവ കൃപയും ആ ദൈവിക ആ സന്ദർശനത്തെയും നമുക്ക് സ്വീകരിക്കാം. And may we open, even as we are hearing these accounts, may we open our heart and may we welcome the anointing, the revival dimension that was manifested in the 1940s to 60s as the great healing revival. അല്ലെന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ആ പാഠം, if we are willing to pay the price for God's power, God will anoint us and use us in extraordinary measures in these end times. അല്ലെന്നോട് ദൈവം ഇടപെട്ടതുപോലെ നിനക്കും ദൈവശക്തിക്കും നടുവിൽ നിൽക്കുന്ന ആ കാര്യങ്ങളെ, 13 കാര്യങ്ങളെ അല്ലെന്റെ ജീവിതത്തിൽ ദൈവം എണ്ണി പറഞ്ഞ് അത് ക്രമീകരിച്ചാൽ അസാധാരണമായ നിലവാരങ്ങളിൽ നിന്നെ ഈ ഉണർവിൽ ഉപയോഗിക്കുവാൻ എനിക്ക് കഴിയും. 11 വർഷക്കാലം അല്ലെന്നെ സമയമെടുത്തു ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് അവസാനം ഓറലിന്റെ ആ ടെന്റിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെട്ട് ആഴമായി തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മളെ ആകമാനം പൂർണ്ണമായി, let's absolutely and totally consecrate ourselves, surrender ourselves. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. Praise God. Through the life of A. Allen, we understand that there is a price that must be paid for the power of God. There is a price that must be paid for revival. Revival does not come accidentally. It does not just happen out of the blue. But revival comes when we are willing to pay the price for it. നാം കേൾക്കുവാൻ ഇടയായിത്തീർന്നു A. Allen ജീവിതത്തിൽ കൂടെ ദൈവശക്തിക്കും ദൈവത്തിന്റെ ഉണർവിന് വേണ്ടി ഒരു കോസ്റ്റ് ഉണ്ട്, ഒരു വിലയുണ്ട്. ആ വില കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ അമാനുഷികമായിട്ടുള്ള നിലവാരങ്ങളിൽ ഉപയോഗിക്കുവാൻ ഇടയായി തീരും. So the question today is, will you pay the price? Will you pay the cost for God's power? Will you pay the price to be used for this end time revival? ദൈവശക്തിക്ക് വേണ്ടിയും ഈ അന്ത്യകാലത്തിൽ ദൈവം വെളിപ്പെടുത്തുവാനിരിക്കുന്ന ഉണർവിന് വേണ്ടി നിങ്ങൾ ആ വില കൊടുക്കുമോ? May you pay that price and God will begin to use you in extraordinary ways. ആ വില കൊടുത്താൽ ദൈവം നമ്മെ അസാധാരണമായ നിലവാരങ്ങളിൽ ദേശങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കുവാൻ ഇടയായി തീരും.